എല്ലാ കണ്ണുകളും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തൃശ്ശൂർ മണ്ഡലത്തിലേക്കാണ്. അവിടെ സുരേഷ് ഗോപി ജയിക്കുമോ എന്നുള്ളതാണ് എവിടെയും ചോദ്യം. കാരണം എല്ലാ മണ്ഡലങ്ങളിൽ ചെന്നാലും എല്ലാ വോട്ടർമാരെയും ഒക്കെ ഇല്ലെങ്കിൽ സാധാരണപ്പെട്ടവരെ കാണുമ്പോൾ അവർക്കൊക്കെ അറിയേണ്ടതൊന്നു മാത്രം സുരേഷ് ഗോപി ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ തൃശ്ശൂരിലെ വോട്ട് പിടിക്കാൻ മതസംഘടനകളുടെയും മതമേലധ്യക്ഷന്മാരുടെയും ജാതീയ സംഘടനകളുടെയും ഒക്കെ പിന്നാലെയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത്തരത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂരിൻ്റെ വിധി നിർണ്ണയിക്കുന്ന ഈ മതവും ജാതീയ സംഘടനകളും ഒന്നുമല്ല, കരുത്തരായ ഒരു വിഭാഗമാണ്. ആ വിഭാഗം തീരുമാനിക്കും തൃശ്ശൂരിൽ ആര് ജയിക്കണമെന്ന്. സംസ്ഥാനത്ത് ഈ വിഭാഗം ശക്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്നതും തൃശ്ശൂർ മാത്രമാണ്. ആരാണെന്നല്ലേ ആ വിഭാഗം? സ്ത്രീ വോട്ടർമാരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം തൃശ്ശൂരാണ്. തൃശ്ശൂരിലെ പുരുഷന്മാരെക്കാൾ ഏതാണ്ട് 66,000-ൽ പരം സ്ത്രീ വോട്ടുകളാണ് അധികമായിട്ട് ഉള്ളത്. ഇതിൽ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആകെ വോട്ടർമാരുടെ എണ്ണം 14,83,055 ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഉള്ളത് മണലൂർ മണ്ഡലത്തിലാണ്. 2,28,706 വോട്ട്. ഏറ്റവും കുറവ് വോട്ടുകളുള്ളത് 1,89,245 വോട്ടുള്ള തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. ഏതായാലും സ്ത്രീ വോട്ടർമാർ പുരുഷ വോട്ടർമാരെക്കാൾ 66,401 വോട്ടുകൾക്ക് മുന്നിലാണ്. അതായത് സ്ത്രീകൾ വിചാരിച്ചാൽ, സ്ത്രീകൾ തീരുമാനിച്ചാൽ, സ്ത്രീകൾ ഒറ്റക്കെട്ടായി നിന്നാൽ സുരേഷ് ഗോപി പുഷ്പം പോലെ ജയിക്കും. കാരണം ഈ മണ്ഡലത്തിനെ നിർണ്ണയിക്കുന്നതും മുൻപോട്ട് നയിക്കുകയും സ്വാധീനിക്കുകയും ആര് ജയിക്കണം തോൽക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ സ്ത്രീ വോട്ടർമാരാണ്. മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം ഈ സ്ത്രീ വോട്ടർമാരെക്കാൾ കൂടുതലാണ് പുരുഷ വോട്ടർമാർ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.